ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന നമ്മുടെ രാജ്യത്തെ അത്യപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണല്ലോ കേരളം. അതോർത്തിട്ടാണ് സന്തോഷകരമെന്ന് ഞാൻ പറഞ്ഞത്. ഇത്തരം കൃതികൾ പുറത്തിറക്കാൻ കഴിയുന്ന മതനിരപേക്ഷ സാഹചര്യം ദേശീയ തലത്തിൽ ചുരുങ്ങി വരികയാണ്. നമ്മുടെ കേരളത്തിൽ തീർത്തും വ്യത്യസ്തമായ ഒരു സംവാദാത്മക ജനാധിപത്യ മണ്ഡലത്തിന്റെ പൊതുമാതൃക നിലനിൽക്കുന്നുവെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഐ ലവ് മുഹമ്മദ്, ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത്തരമൊരു പോസ്റ്റർ പതിച്ചതിന് ഉത്തർപ്രദേശിൽ കേസെടുത്തു. നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. എല്ലാം ഏതാനും ആഴ്ച മുൻപ് നടന്ന കാര്യമാണ്. ഏതാണ്ട് ഇതേ ഘട്ടത്തിലാണ് ഇങ്ങ് കേരളത്തിൽ മുഹമ്മദ് നബിയെ സംബന്ധിക്കുന്ന മികച്ച ഒരു ഗ്രന്ഥം പ്രകാശനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പുസ്തക പ്രകാശനം ഏത് മതേതരവാദിയിലും സന്തോഷമുളവാക്കും. നിയമസഭാ സാമാജികനായ KT ജലീൽ രചിച്ച ഈ പുസ്തകം DC രവിയുടെ ഉടമസ്ഥതയിലുള്ള DC ബുക്സാണ് വായനക്കാരുടെ കൈകളിലെത്തിക്കുന്നത്. പുസ്തകം പ്രകാശിപ്പിക്കുന്നയാള് കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റുവാങ്ങുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക് പണ്ഡിതൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി. പുസ്തക പരിചയം നടത്തുന്നതാകട്ടെ ഫാദർ അനീഷ് വിനോദ്. ഇതെല്ലാം സന്തോഷകരം മാത്രമല്ല, അഭിമാനകരം കൂടിയാവുന്ന വൈവിധ്യമാണ്. ഒരുപക്ഷെ കേരളത്തിൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണിത്. ഈ സൗഹൃദത്തിന്റെ കണ്ണി അറ്റുപോകാതെ സൂക്ഷിക്കണം.